ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ തോൽവിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഡഗൌട്ടിൽ കരയുന്ന മുഖത്തോടെ സൂര്യകുമാർ യാദവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ സഞ്ജു സാംസണെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുകയും പരിഹസിക്കുകയും ചെയ്ത അതേ സൂര്യകുമാർ യാദവ്. സഞ്ജുവിനെ വില കുറച്ച് കാണരുതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. അഭിഷേക് ശർമ്മക്കും തിലക് വർമ്മക്കും പകരം സഞ്ജുവിനെ കളിപ്പിക്കാനാവില്ല എന്ന് തുറന്നടിക്കുകയായിരുന്നു സൂര്യ ചെയ്തത്. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത്? ശർമ്മയും വർമ്മയും തുടർച്ചയായ 4ാം കളിയിലും പരാജയം നുണഞ്ഞു. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പറയാം. ഈ സൂര്യകുമാർ യാദവ് 2023 ഏകദിന ലോകകപ്പിലുള്ള ടീമിലേക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഓർക്കുന്നില്ലേ? ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു ഒന്നാന്തരമായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്ന്. 50 റണ്ണുകളുടെ ബാറ്റിംഗ് ശരാശരിയും 100ന്റെ പരിസരത്തുള്ള സ്ട്രൈക്ക് റേറ്റും സഞ്ജു സൂക്ഷിച്ചിരുന്ന കാലം. പക്ഷേ ഇന്ത്യൻ ടീം പതിവ് പോലെ സഞ്ജുവിനെ തഴഞ്ഞ് മോശം ഫോമിലുള്ള സൂര്യകുമാറിനെ കളിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ 3 ഗോൾഡൻ ഡക്കുകൾ കരസ്ഥമാക്കുന്ന ആദ്യ ഭാരതീയൻ എന്ന നാണക്കേടിന്റെ മാറാപ്പ് സൂര്യയുടെ തലയിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും സൂര്യകുമാർ യാദവ് 2023 ഏകദിന ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. സഞ്ജു വീട്ടിൽ ഇരിക്കുന്നുമുണ്ട്. ആ ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും മോശം ഇന്നിംഗ്സാണ് സൂര്യ കളിച്ചത്. ഇന്ത്യ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് ഏകദിന ടീമിന്റെ പടിവാതിൽ പോലും അയാൾ കണ്ടില്ല. സമീപകാലത്ത് T20 ക്രിക്കറ്റിലും സൂര്യ മോശം ഫോമിൽ തന്നെയായിരുന്നു. ഒരു 50 പോലുമില്ലാതെ അയാൾ 1 വർഷം കഴിച്ചുകൂട്ടി. എന്നിട്ടും ടീമിലെ സൂര്യയുടെ സ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അനർഹമായ പിന്തുണ ആവോളം ആസ്വദിച്ചിട്ടുള്ള സൂര്യകുമാറിന് സഞ്ജുവിനെ ഇപ്രകാരം പുച്ഛിക്കാൻ എന്താണ് അർഹതയുള്ളത്? ന്യൂസിലാൻഡിനെതിരെ കളിച്ച 5 മത്സരങ്ങളിലും സഞ്ജു പരാജയപ്പെട്ടതെന്നത് ശരി തന്നെയാണ്. അന്ന് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് സഞ്ജു നേരിട്ട് കൊണ്ടിരുന്നത്. സഞ്ജു വിരമിക്കണം എന്ന് പോലും പലരും ആക്രോശിച്ചു. T20 ലോകകപ്പ് ആരംഭിച്ചപ്പോൾ തിലകും അഭിഷേകും തുടർച്ചയായ 4 മത്സരങ്ങളിൽ നിറം മങ്ങി. ഫോം നഷ്ടമെന്നത് എല്ലാവർക്കും സംഭവിക്കുമെന്ന് സഞ്ജു എയ്റ്റേഴ്സിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. സഞ്ജുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കേണ്ടതാണ്. സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഒരു ഏകദിനം കളിച്ചിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞു. അവസാന മത്സരത്തിൽ അയാൾ ഒരു സീരീസ് വിന്നിംഗ് സെഞ്ചുറി നേടിയിരുന്നു. പിന്നീട് ഏകദിന ടീമിൻ്റെ റഡാറിൽ പോലും സഞ്ജു വന്നിട്ടില്ലായിരുന്നു. തുടർച്ചയായി 3 T20 സെഞ്ചുറികൾ നേടിയ സമയത്ത് സഞ്ജു ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറാകുമെന്ന് നാം എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അസാധാരണമായ നേട്ടങ്ങളൊന്നുമില്ലാതിരുന്ന ശുഭ്മാൻ ഗിൽ വളരെ നിസ്സാരമായി സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പൊസിഷൻ കൈയടക്കി. ടീം മാനേജ്മെന്റ് സഞ്ജുവിന് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു. നീ എത്ര നന്നായി കളിച്ചാലും അടുത്ത കളിയിൽ നീ ടീമിൽ ഉണ്ടാകുമെന്ന് പോലും യാതൊരു ഉറപ്പും തരാനാവില്ല. അത്തരമൊരു മാനസികാവസ്ഥയിൽ കളിക്കാനിറങ്ങുന്ന സഞ്ജുവിന് എപ്പോഴും അധിക സമ്മർദ്ദമുണ്ടാകും. സൂര്യകുമാറിനും അഭിഷേകുമാർക്കും തിലകുമാർക്കും ലഭിച്ചു വരുന്ന സംരക്ഷണം സഞ്ജുവിന് ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ല. അയാളെ വിമർശിക്കുമ്പോൾ അതുകൂടി കണക്കിലെടുക്കണം. ഇന്ത്യയുടെ മുൻ നായകനായ സൗരവ് ഗാംഗുലി സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്തെത്തിയെന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ ലോകകപ്പിൽ ഒരേയൊരു തവണയാണ് സഞ്ജു കളിച്ചത്. അന്നയാൾ തീപ്പൊരി തുടക്കം നൽകിയിട്ടുമുണ്ട്. ആ ഇന്നിങ്സിനോട് പലരും ബോധപൂർവം മുഖം തിരിച്ചു. സഞ്ജു ഇനിയും അവസരങ്ങൾ അർഹിക്കുന്നുണ്ട്. സൂര്യകുമാറിനോട് ഒന്നേ പറയാനുള്ളൂ, സഞ്ജുവിനെ നിങ്ങൾ വന്ദിക്കണമെന്നില്ല, പക്ഷേ നിന്ദിക്കരുത്.